ബോൾ ബാസ്ക്കറ്റിൽ വീണ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ദിവസം റഹ്മാനെന്ന് ഫുഡ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഈ ബോൾ ആ ബാസ്ക്കറ്റിൽ വീണെങ്കിൽ എനിക്ക് ഡബിൾ സാലറി. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഈ ബോൾ ആ ബക്കറ്റിൽ വീണാല് ട്രിപ്പ് കമ്പനി വക. ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. Eat 5 star, do nothing. ബോൾ അതിൽ വീണാല് ഡെയിലി ബർഗർ. നീ വിഷമിക്കണ്ട ജോസൂട്ടി, എല്ലാം നല്ലതിനാന്ന് കരുതിയാ മതി. അതിൽ വീണാല് കമ്പനി വണ്ടി എനിക്ക് സ്വന്തം. അപമാനിച്ചെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ബാസ്ക്കറ്റിൽ വീണാൽ എനിക്ക് ഉച്ചവരെ ഡ്യൂട്ടി. ഒരാഴ്ച പെയ്ഡ് ലീവ്. സന്തോഷായല്ലോ. പിന്നെ ചേച്ചി പോട്ടെ. ബോൾ അതിൽ വീണിട്ടുണ്ടെങ്കിൽ 2000 കൂടെ ശമ്പളം അധികം. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. ഇത് വീണെങ്കിൽ ജമാഅത്തെ ക്ലീൻ ഷേവ് ആക്കണം ഒരു മാസത്തേക്ക്. നീ തീർന്നടാ, നീ തീർന്നു. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഈ ബോൾ അതിൽ വീണാല് നമ്മളെ കമ്പനി സ്റ്റാഫ് എല്ലാവർക്കും ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. ഇത്രയുള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഈ ബോള് അതിൽ വീണ് കഴിഞ്ഞാല് ഒരാഴ്ച ഞാൻ വെറുതെ ഇവിടെ വന്നിട്ട് പോകും, ഒരു പണിയെടുക്കൂല. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? വർക്ക് ഫ്രം ഹോം. എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ. ഇപ്പൊ ഈ ബോള് ബാസ്ക്കറ്റിൽ ഉള്ളിൽ വീണിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഫാമിലി ട്രിപ്പ് തരണം. ഇത് ഞാൻ അതിലിട്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.